ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ചെറിയൊരു യാത്രയാണ്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ഗോവയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്കും ബസ്സിലാണ് പോയത്. അതുപോലെ തന്നെ തിരിച്ചും ബസ്സിൽ തന്നെയായിരുന്നു കേട്ടോ യാത്ര. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു ടാക്സി റെൻറ്റിനെടുത്തു. 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ പേര് ഡാരോലീന ഗസ്റ്റ് ഹൗസ് എന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം. ഇത് നോർത്ത് ഗോവയിലാണ്. അപ്പോൾ 2 ദിവസം നോർത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം സൗത്ത് ഗോവയും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ അറ്റ്മോസ്ഫിയർ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലൊന്ന് കയറി. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയ നേരം ഞാനൊന്ന് ഒറ്റയ്ക്ക് ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു ഏരിയ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്സും എല്ലാം ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബീച്ചാണ് കേട്ടോ. ആ സെയിം റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ്. അപ്പോൾ ഞാൻ ഉച്ച നേരമാണ്. അപ്പോൾ ഒന്ന് ബീച്ചൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. വീഡിയോ എടുക്കാനാണ് കാര്യമായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ട്രീറ്റും കൂടെ ഞാനൊന്ന് ഫുള്ള് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്ട്രീറ്റ് നേരെ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. കാൻഡോലിം ബീച്ചിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൽ തന്നെയാണ് ഞങ്ങളെ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ ഇതാ ആ ഒരു സ്ട്രീറ്റിൻ്റെ വ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ഞാൻ ബീച്ചിലേക്ക് പോയപ്പോൾ ബീച്ചിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ ബീച്ചിൽ ഉച്ച നേരം ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു. ആ ഒരു ഉച്ച നേരത്ത് നല്ല റഷായിരുന്നു കേട്ടോ അവിടെ. എപ്പോഴും ഗോവൻ ബീച്ചുകളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഫുൾ ബിസിയാണ്. രാത്രിയാണെങ്കിലും ബിസി ആയിരിക്കും. അവിടെ അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ.
ഞാനിതാ ബീച്ചിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ടെൻഡർ കോക്കനട്ട് കഴിച്ചു. നല്ല ചൂടായിരുന്നേ, നാട്ടിലെ പോലെ തന്നെ നല്ല ചൂട് ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനൊരു ടെൻഡർ കോക്കനട്ടൊക്കെ കഴിച്ച് റൂമിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അതാ ഞാൻ റൂമിലേക്ക് കയറട്ടെ, എന്നിട്ട് എല്ലാവരെയും വിളിച്ചെണീപ്പിച്ച് ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബീച്ചിലേക്കുള്ള വ്യൂ അതൊക്കെ. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിലും നമുക്ക് ബീച്ച് സൈഡായിരിക്കും. അതുപോലെ തന്നെ ഗോവയിൽ ബീച്ച് രാത്രിയിലുള്ള വ്യൂ എന്താണെന്ന്. അപ്പോൾ രാത്രിയിൽ അവർ ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ പോലെയുള്ള സെറ്റപ്പൊക്കെ അവർ ബീച്ചിൽ റെഡിയാക്കും. അതുപോലെ തന്നെ അവിടെ ഉള്ള ആ ഹോട്ടൽസിന് ഷാക്ക് എന്നാണേ പറയുക. അപ്പോൾ അവിടുത്തെ ഷാക്സൊക്കെ അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റാണിത്. ഇതും ബീച്ച് സൈഡുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം പിള്ളേർക്കൊക്കെ ബീച്ചിൽ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരുവിധം എല്ലാ ഹോട്ടൽസും ബീച്ച് വ്യൂ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂവും റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ പിള്ളേരും ഇവിടെ കളിക്കുകയാണ്. ഞങ്ങളും വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിരുന്നു. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ഷാക്കിലിരുന്നിട്ട് സൺസെറ്റ് കാണാനുള്ള പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആവുന്നവരെ കുറച്ച് നേരം ഇവിടെ കളിക്കുക, പോയി ഫ്രഷായി വരിക, പിള്ളേരെയൊക്കെ ഒന്ന് കഴുകിയെടുക്കണ്ടേ. എല്ലാവരും ഇവിടെ മണലിലും വെള്ളത്തിലൊക്കെ ആയിട്ട് നല്ല നല്ല കളിയിലാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കഴുകി ഫ്രഷാക്കി ഞങ്ങൾ ഷാക്കിലിരുന്നിട്ട് സൺസെറ്റ് കാണാമെന്നുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺസെറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ടൈം ലാപ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയമില്ല, ആകെ 20 സെക്കൻഡേ ഉള്ളൂ കേട്ടോ സൺസെറ്റ്. അത് നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല രസമുണ്ട് അത് കാണാൻ. ഞങ്ങളെ കൂടെയുള്ള ഞങ്ങൾ ഫ്രണ്ട്സ് നല്ല ചിത്രകാരാണ്. അപ്പോൾ അത് ഹേമ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കും. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ഹേമ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ, ഫോട്ടോയും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങളെ കുറച്ച് ഇന്നത്തെ ദിവസത്തെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യൂവും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. എന്താണെന്ന് വെച്ചാൽ നൈറ്റ്, അതായത് രാത്രി എങ്ങനെയാണ് നമ്മുടെ ഗോവയിലുള്ള കടൽ തീരത്തുള്ള ഷാക്സ്
എങ്ങനെയാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്നും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് നമ്മളെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ അവർ ഡെക്കറേഷൻ ചെയ്യും, ലൈറ്റ്സുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വ്യൂവും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെയൊക്കെയാണ് രാത്രി അവർ ഷാക്സ് റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്. കടൽ തീരത്ത് ഇതുപോലെ ടേബിളും അതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിലൊക്കെ വെക്കും. എന്നിട്ട് പിന്നെ 2 ചെയറും. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവർക്കും ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ കടൽ നോക്കിയിരുന്ന്. അപ്പോൾ ഇതുപോലെയാണ് അവർ പ്രിപ്പയർ ചെയ്യുക. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോ ഷാക്സ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴേ നടന്ന് വീഡിയോ എടുത്ത കാരണം കുറച്ച് ഷെയ്ക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നല്ല ടയേർഡാണ്, ട്രാവൽ ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളൂ ഇന്ന്. അപ്പോൾ എല്ലാവരും
നല്ല ടയേർഡ്. അപ്പോൾ ഉറങ്ങാനുള്ള പരിപാടി, ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ നമ്മുടെ ഗോവയിലുള്ള ഷാക്സിൻ്റെ വ്യൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടോളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.